പിണറായി സർക്കാരിൻ്റെ ഭരണ മികവിൻ്റെ അത് റീൽസാക്കി ഇടുന്നതിൽ വല്ലാത്ത പൊള്ളലേൽക്കുന്ന കാലമാണ്. അവരോടാണ് പണ്ട് കാലം തൊട്ടേ സംഘപരിവാറുകാർ നമ്മുടെ നാട്ടിൽ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും സംസാരിക്കരുത്, പറയരുത്. അതെന്തോ മോശം കാര്യമാണ്. ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയാൻ പാടില്ല. കാര്യം എന്താണ്? ഇവർക്ക് പല ഉടായ്പകളും ജനങ്ങളെ പറഞ്ഞു പറ്റിക്കണമെന്നുണ്ടെങ്കിൽ നടന്ന കാര്യങ്ങൾ യഥാർത്ഥമായ രീതിയിൽ ജനങ്ങൾ അറിയാതിരിക്കണം. അതിനുള്ള അവരുടെ ഒരു തന്ത്രമാണ്. പക്ഷേ പുതിയ കാലഘട്ടത്തിൽ അതിന് സൗകര്യമില്ലെന്നേ. ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, ചെയ്യുന്നത് മാത്രം. ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതെന്തെങ്കിലും റീൽസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിമർശിച്ചോളൂ. ചെയ്ത കാര്യങ്ങൾ പറയും, ജനങ്ങളെ കാണിക്കും. അതിന് ഇന്നത്തെ സാഹചര്യവും സൗകര്യവും. റീൽസ് ആണെങ്കിൽ റീൽസ് ഇടുമെന്നേ. അതിന് പല കാരണങ്ങളുണ്ട്. കേരളം കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ വെറുതെ അങ്ങ് മാറിയതല്ല, മാറ്റിയത് തന്നെയാണ്. എങ്ങനെയൊക്കെയെന്ന് കേൾക്കണ്ടേ? എന്തെല്ലാം പ്രതിസന്ധികൾ അതിജീവിച്ചാണെന്ന് മനസ്സിലാക്കണ്ടേ? കേൾക്കൂ. നിപ്പ വന്നു. അത് എത്രത്തോളം പടരുമെന്ന് നമുക്കറിയില്ലല്ലോ. അന്നേരം അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ പ്രളയം നൂറ്റാണ്ടിലെ മഹാപ്രളയമല്ലേ വന്നത്. അത് കേരളത്തെ ആകെ അങ്ങ് തകർത്തടിക്കുന്ന നിലയായിരുന്നില്ലേ. അപ്പോൾ അതിൽ നമ്മൾ കരകയറുക എന്നുള്ളത് വലിയ പ്രശ്നമായിരുന്നല്ലോ. നമ്മുടെ കോവിഡ് വന്നപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ലോകമാകെ വല്ലാതെ വിറങ്ങലിച്ചു പോകുന്ന അവസ്ഥയല്ലേ ഉണ്ടായത്. പക്ഷെ നമുക്ക് അതിനെയൊക്കെ കേരളത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത നാടിൻ്റെ ഐക്യവും ജനങ്ങളുടെ ഒരുമയും ഒക്കെയാണ്. അതിനെ ഒന്നിച്ച് നിർത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അത് എനിക്ക് തോന്നുന്നത് അതിന് ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. ജനങ്ങളും നാടും ഒരേ മനസ്സോടെ അണിനിരന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കതിനെ അതിജീവിക്കാൻ കഴിഞ്ഞത്. ആര് സഹായിച്ചില്ല എന്നുള്ളതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമായിട്ടേ വന്നിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഉണ്ടായ നേട്ടം ലോകം തന്നെ നമ്മുടെ നാടിനെ നോക്കി അത്ഭുതപ്പെടുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ അതിജീവിച്ച് വന്നത്? കാരണം സഹായിക്കേണ്ടവർ സഹായിക്കുന്നില്ല. സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നവരോടടക്കം ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് പറയുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ തകർന്നു പോയില്ലല്ലോ. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. അതെ, സമാനതകളില്ലാത്ത പലതരം ദുരന്തങ്ങളെ നമ്മൾ നേരിട്ടു. ആ സന്ദർഭത്തിലും ഈ നാട്ടിൽ നിന്ന് മുടങ്ങാതെ നമ്മുടെ ജനം കഷ്ടപ്പെടുന്ന നികുതി പണം അതേ തീവ്രതയിൽ തന്നെ പിഴിഞ്ഞുകൊണ്ട് പോയിക്കൊണ്ടിരുന്ന കേന്ദ്ര സർക്കാരുണ്ട്. 91,000 കോടി മാസം നമ്മുടെ നാട്ടിൽ നിന്ന് അവർ കൊണ്ടുപോകുന്നു. മനസ്സിലാക്കുക, 91,000 കോടി. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ചിന്തിക്കുക. 91,000 കോടിയൊന്നും വേണ്ട, ഒരു 9,000 രൂപ നിങ്ങളുടെ വീട്ടിൽ വരുമാനമുണ്ടായിരുന്നു. ആ വരുമാനം നാളെ നിങ്ങളൊരു ബാങ്കിലേക്കോ എവിടേക്കെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ്. അല്ലെങ്കിൽ ഇത് കൊണ്ടുപോയതിന് ശേഷം നിങ്ങൾക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് തരാമെന്ന് ഒരു വാഗ്ദാനം കിട്ടുന്നു, നിങ്ങൾ കൊടുക്കുന്നു. ആ ബാങ്ക് എന്നുള്ളത് നിങ്ങൾ കേന്ദ്ര സർക്കാരായി കാണുക. നമ്മുടെ നാട്ടിൽ ഇന്നലെ വരെ കിട്ടിക്കൊണ്ടിരുന്ന വരുമാനമാണ് ആ 9,000. അതിനെ കേന്ദ്രമെന്ന ഒരു ബാങ്കുകാർ പറയുകയാണ്, നിങ്ങൾ ആ പണം ഇങ്ങ് തരൂ, എല്ലാം കൂടി ഒരുമിച്ച് തരാം. 9,000 രൂപ കൊണ്ടുപോയതിന് ശേഷം തിരിച്ച് നിങ്ങൾക്ക് 3,000 രൂപ തന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ? നിങ്ങളുടെ സകലമാന കുടുംബ ബജറ്റും താളം തെറ്റുമോ ഇല്ലയോ? പലതിലും പ്രതിസന്ധി വരുമോ ഇല്ലയോ? പ്രത്യേകിച്ച് ഒരു അസുഖം നിങ്ങളുടെ വീട്ടിൽ ഇതിനിടയ്ക്ക് കടന്നു വരികയാണ്. 9,000 ഉണ്ടായിരുന്ന വീട്ടിൽ തിരിച്ച് 3,000 കിട്ടുകയാണ്, ബാക്കി തരുന്നില്ല. എന്ത് സംഭവിക്കും? ഇതേ ഈ നാട്ടിൽ സംഭവിച്ചിട്ടുള്ളൂ. 91,000 കോടി രൂപ നമ്മുടെ നാട്ടിൽ നമ്മൾ കൊടുക്കുന്ന നികുതി കേന്ദ്രത്തിലെ വിസഗുരു അവിടെ ഇരുന്ന് ഒരു പെട്ടിയിലേക്ക് വാങ്ങിച്ചിടുകയാണ്. തിരിച്ച് 26,000 കോടി തന്നാൽ, ഇന്നലകളിൽ 91,000 കോടി ഉണ്ടായിരുന്നിടത്ത് 26,000 കോടിയായി കുറഞ്ഞാൽ ഏത് നാടും ഒന്ന് പ്രതിസന്ധിയിലേക്ക് പോകില്ലേ? ആ പ്രതിസന്ധിയെക്കുറിച്ചാണ് ഈ നാട്ടിൽ ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രതിസന്ധി സൃഷ്ടിച്ചവരുടെ വെല്ലുവിളികളെ മറികടന്ന് നമ്മൾ മുന്നോട്ട് പോയി പലതും നേടിയെടുക്കുമ്പോൾ നമ്മൾ അതൊരു റീൽസായി നാടിനെ കാണിക്കണ്ടേ? കാണിച്ചല്ലേ മതിയാകുള്ളൂ. ചെയ്തിട്ടാണത് കാണിക്കുന്നത്. നീയൊക്കെ ഞങ്ങളുടെ പണം കൈയിട്ട് വാരിക്കൊണ്ട് പോയിട്ട് തിരികെ തരാതിരുന്നിട്ടും നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഈ നാടിന് വേണ്ടി നേടിയെടുത്തു. നമ്മുടെ സ്വന്തം കഴിവിലും നമ്മുടെ ഇച്ഛാശക്തിയിലും ആ ചെയ്ത പ്രവർത്തനങ്ങൾ നാടിനോട് അറിയിക്കുകയാണ്. കാര്യം നാടിനോട് അറിയിക്കേണ്ട മാധ്യമങ്ങൾ എന്ന വിഭാഗത്തിനും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകുന്ന ആ 91,000 കോടിയിൽ നിന്ന് ഒരു വിഹിതം ഇവരങ്ങ് ഇട്ടുകൊടുത്തിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയരുതെന്ന് പറയാണ്. അവിടെയാണ് റീൽസ് ഇടേണ്ടി വരുന്നത്. ഇനിയും ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് റീൽസ് ഇടും.
കണ്ണാലെ കാണുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് മാറ്റം ദൃശ്യമാണ്. അതിലൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുപോയ പണം തിരികെ തരാതെ വെട്ടിയെടുത്തതിന് ശേഷം തന്നു എന്ന് മാധ്യമങ്ങളിലൂടെ വ്യാജ കഥ ഇറക്കുന്നത് ഇവരുടെ തന്ത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് റീൽസ് ഇടുന്നത്. ഇനിയും ഇടും, അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്നേ.